മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മോളെ പറ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? അമ്മേ, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത്തിറങ്ങിയപ്പോ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല, കാറെടുത്ത് പോയിരുന്നു. ഞാൻ ഇങ്ങോട്ട് നടന്നിട്ട് വന്ന് കള്ളം, പച്ചക്കള്ളം മുഖത്തോക്കി പറയുന്നുണ്ടില്ലേ അസത്ത്. മാലിനി വേണ്ട, ഇവള് പറയുന്നത് സത്യാണല്ലേ എന്ന് നോക്കാൻ ഞങ്ങൾക്കറിയാം. ഓ ആയിക്കോട്ടെ, എന്നാ ചോദിക്കാളോട്. നടന്നു വന്നാൽ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്നിട്ട് എപ്പോഴാണ് അവൾ കയറി വരുന്നത്? ഇനി അതൊക്കെ പോട്ടെ, എന്റെ മോൻ ഇവളെ കൂട്ടാൻ കാത്തിരുന്നിട്ടേ കാമുകിന്റെ കൂടെ പോകാൻ വേണ്ടി എന്റെ മോനെ വരെ തല്ലിയില്ല ഇവള്. മാലിനിയുടെ വാക്കുകൾ കേൾക്കെ ഒരുവിധം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന ധാരണ അവൾക്ക് ഏകദേശം മനസ്സിലായി. അവൾ കൈകൾ പിണച്ചു കെട്ടി വിജയഭാവത്തോടെ ചിരിക്കുന്ന നീരവിനെ ഒന്ന് നോക്കി. തന്നെ കാറിടിപ്പിക്കാൻ നോക്കിയ രംഗമുഹൂർത്തവും അവൾ അവന്റെ അടുത്തേക്ക് നടന്ന് അവന്റെ മുമ്പിലായി ചെന്ന് നിന്നു. കൊള്ളാം, താൻ ചെയ്തെല്ലാം മറച്ചു വെച്ച് ഇവിടെ വന്ന് മനോഹരമായ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയല്ലേ. എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ലേ, ഇതും കൂടെ കരുതിയേക്ക്. നീരവിന്റെ കവിളിലേക്ക് ആഞ്ഞു വീശി അവൾ. നിധിയേ! രാജോർമ്മയുടെ അലർച്ച അവിടെ ഒന്നാകെ മുഴങ്ങിക്കൊണ്ടിരുന്നു. വിശ്വസിക്കാൻ കഴിയാതെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും കണ്ണുമിഴിച്ച് വാപ്പുത്തി പിടിച്ചു. അയാളുടെ മുഖത്തെ ദേഷ്യം കണ്ടതും സരസ്വതി അവിടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നിധി, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നു? ഇല്ലാമേ, കാണിച്ചു കൂട്ടുന്നത് ഞാനല്ല, ദേ ഈ നിൽക്കുന്ന വൃത്തിയായിട്ട ഇയാളാ. അവൾ സരസ്വതി നോക്കി പറഞ്ഞിരുന്നപ്പോഴേക്കും രാജോർമ്മ അവിടെ മുന്നിലെത്തിയിരുന്നു. നിധിയുടെ കയ്യിൽ പിടിച്ച് അവളെ തിരിച്ച് തന്റെ നേരെയാക്കി നിർത്തിയയാൾ. ഈ കൈലാസത്തിൽ ഇക്കാലം വരെ നടക്കാത്ത ഒന്നാ ഇപ്പൊ നീ ചെയ്ത നിധി. ഇനി നീ കൂടുതലൊന്നും പറയണമെന്നില്ല. ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നടക്കില്ല അച്ഛാ. ഉറച്ച വാക്കുകളോടെ രാജോർമ്മയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ അത് കേട്ട എല്ലാവരും തികഞ്ഞ അമ്പരപ്പ് മാത്രമായിരുന്നു. നിങ്ങൾ പറയുമ്പോൾ പോവാനും നിങ്ങൾ പറയുമ്പോൾ വരാനും ആർക്കു വേണ്ടിയും തട്ടിക്കളിക്കാൻ ഉണ്ടാക്കി വെച്ച പാവയല്ല ഞാനും എന്റെ ജീവിതവും. ഇവിടെ വന്ന് ഇത്ര സമയമായില്ലേ, എന്നിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചോ എന്താ ഉണ്ടായതെന്ന്? ഇയാൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു നിർത്ത കള്ളത്തിന് മുകളിൽ എന്നെ കൊണ്ട് നിർത്തുമ്പോ എന്നെ കേൾക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ അച്ഛാ? നിർത്തടി, അഴിഞ്ഞാടുന്നോ പോരാ, എന്റെ മോനെ അടിക്കുന്നുണ്ട് നീ. വലിഞ്ഞു മുറിയ മുഖത്തോടെ പറഞ്ഞ് മാലിനി നിധിക്ക് നേരെ കൈ ഉയർത്തിയതും ആ കൈകൾ പിടുത്തമിട്ട് നിധി തൊട്ടുപോയത് തന്നെ. ഭദ്രകാളിയെ പോലെ ഉറഞ്ഞുള്ളി നിൽക്കുന്നവളെ ഒന്ന് ഉമിനീരിറക്കിക്കൊണ്ട് നോക്കി മാലിനി. മോളെ നിധി, നിറഞ്ഞ കണ്ണുകളോടെ വിളിച്ചുകൊണ്ട് അരുന്ധതി അവളുടെ കൈകൾ പിടിച്ചു. മോളെ ദേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ നിമിഷം വരെ ഇവൻ പറഞ്ഞൊന്നും ഈ മുത്തശ്ശി വിശ്വസിച്ചിട്ടില്ല. എനിക്കറിയാം നീ തെറ്റായിട്ടൊന്നും ചെയ്യില്ലെന്ന്. സന്തോഷത്തോടെ നിറഞ്ഞ മിഴികളോട് അവൾ മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി പറ മോളെ, എന്താ ഉണ്ടായത്? എന്താണെങ്കിലും ആരെയും പേടിക്കാതെ മോള് പറ. ആര് വിശ്വസിച്ചില്ലെങ്കിൽ ഈ മുത്തശ്ശിക്ക് നിന്റെ അശോകിന് നിന്നെ വിശ്വസിക്കാൻ കഴിയും. മുത്തശ്ശി പറ, ഇത് മുത്തശ്ശിയുടെ വെറും വാക്കല്ല. അവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് മുത്തശ്ശി പറയുമ്പോൾ നീരവിന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഉണ്ടായതെല്ലാം പറഞ്ഞു നിധി. ആര് പറയുന്ന വിശ്വസിക്കണമെന്നറിയാതെ കുഴഞ്ഞു ഒരു നിമിഷം എല്ലാവരും. കള്ളം, പച്ചക്കള്ളം, പിടിക്കപ്പെടുന്ന ഉറപ്പായപ്പോ എന്റെ മോനെ തലയിൽ കുറ്റം ചാരുന്നോട് നീ നിർത്ത് മാലിനി. ഇവൾ ഒരിക്കലും കള്ളം പറയില്ല. ഇനി നിന്റെ മകനെ ചേർത്ത് കള്ളം പറയേണ്ട ആവശ്യം എന്താ? ഓ, അപ്പൊ അമ്മക്ക് കുപ്പത്തൊട്ടിൽ നിന്ന് വന്ന ഇവളെയാണോ എന്റെ മകനേക്കാൾ വലുത്? എനിക്ക് എല്ലാവരും ഒന്ന് തന്നെയാ മാലിനി, പക്ഷെ ഇവളിവിടെ തെറ്റുകാരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൊള്ളാം ഗ്രാൻമ, ഇവള് വെറും കള്ളിയാ, പഠിച്ച കള്ളി. നിങ്ങൾ നോക്കിക്കോ, ഇവളുടെ കൈ കൊണ്ട് തന്നെ നിങ്ങൾ ചാവത്തുള്ളൂ. നേരത്തെ നീ എന്നെ അടിച്ച് ഞാൻ വേണമെന്ന് വെച്ചു, പക്ഷെ ഇപ്പൊ നീ വീണ്ടും എന്റെ ദേഹത്ത് കൈവച്ചാ ഞാനത് ചുമ്മാ നോക്കിക്കുന്നു കരുതിയോടി നീ. ആളുടെ മുടിക്കുത്തിൽ പിടിമുറുക്കി നീരവ്. അയ്യോ, വീട്ടിലവളെ മോനെ രാജ. എല്ലാവരും ഓടിച്ചെന്ന് മാറ്റാൻ നോക്കിയതും അവളിൽ നിന്നും പിടിവിട്ടില്ല അവൻ. നീരവ്! രാജോർമ്മ ഉറക്കി വിളിച്ചെങ്കിലും അതൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. അവന്റെ കൈകൾ കിടന്ന് വേദനയോടെ പിടഞ്ഞു നിധി. മുടിക്കുത്തിൽ പിടിമുറുകും തോറും എല്ലാവരും അവനെ പിടിച്ച് മാറ്റാൻ നോക്കി. പെട്ടെന്ന് ചുമരിലേക്ക് തെറിച്ചു വീഴുന്ന നീരവിനെ കാണെ ഒരു നിമിഷം എല്ലാവരും കണ്ണും തള്ളി നോക്കിപ്പോയി. പകപ്പോടെ തിരിഞ്ഞു നോക്കിയ രാജോർമ്മ ദേഷ്യത്തോടെ നിൽക്കുന്ന തന്റെ മകൻ അശോകിനെ കാണെ കണ്ണിൽ കാണുന്നത് സത്യമോ അതോ തന്റെ തോന്നലോ എന്ന ഭാവത്തോടെ നോക്കി നിന്നു. അവന് അല്പം മാറ്റമുണ്ട് സരസ്വതി അമ്മയെ പറയുന്ന കേട്ടെങ്കിലും നേരിൽ അവൻ പുറത്തിറങ്ങുന്ന ഇത്രമാത്രം കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവന്റെ നിൽപ്പും ഭാവമെല്ലാം വിശ്വസിക്കാൻ കഴിയാതെ നോക്കിപ്പോയി അയാൾ. അശോകിനെ കണ്ടൊന്നും മാലിന്യൊന്നും മിനീരിറക്കി. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അശോക് നിലത്ത് കിടന്ന് പിടഞ്ഞു. എണീക്കാൻ ശ്രമിക്കുന്ന നീരവിനെ ലക്ഷ്യമാക്കി ദേഷ്യത്തോടെ അടിക്കാനായി ഓടിയെടുത്തതും രാജവർമ്മ അവനെ തടഞ്ഞു വെച്ചു. ഹരി, വന്ന് പിടിക്ക്. രേണുകയുടെ ഭർത്താവ് ശ്രീഹരിലാലിനെ നോക്കി പറഞ്ഞതും അയാൾ ഓടി വന്ന് അശോകനെ തടഞ്ഞു വെച്ചു. ഈ അവസ്ഥയിൽ അശോകനെ തള്ളിക്കൊല്ലാൻ പോലും മടിക്കില്ലെന്ന് രാജവർമ്മക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും ചേർന്ന് അവനെ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇരുവരെയും തട്ടിമാറ്റാൻ അശോക് ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളാൽ കഴിയും പോലെ ഇരുവരും അവനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. അശോക്, നിധി വിഷമത്തോടെ വിളിച്ചു അവനെ. അശോകിന്റെ ബലത്തിൽ അവനെ പിടിച്ചെടുത്താൻ സാധിക്കുന്നില്ലെന്ന് കണ്ടതും രാജവർമ്മ സരസ്വതിയെ നോക്കി. അതിനർത്ഥം മനസ്സിലായ പോലെ സരസ്വതി വേഗം മുറിയിലേക്ക് ചെന്ന് അവൻ കൂടുതൽ വയലന്റ് ആകുമ്പോൾ കൊടുക്കാറുള്ള മരുന്ന് എടുത്തുകൊണ്ട് വന്നു. സരസ്വതി നീട്ടിയ സിറിഞ്ചിലേക്ക് ഒന്നും മനസ്സിലാവാത്ത ഭാവത്തോടെ നോക്കി നിധി. രാജവർമ്മ അത് അവന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തതും അല്പനേരം കുതിരി ബലം പിടിച്ചെങ്കിലും പതിയെ അവൻ മയക്കത്തിലേക്ക് വീണു. അശോക്! നിധി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. നിധി നിക്ക്, അവന് കുഴപ്പമൊന്നുമില്ല. അവനധികം വയലന്റ് ആകുമ്പോൾ കൊടുക്കുന്ന മെഡിസിനാണ്. ഇനി അല്പനേരം ഉറങ്ങും, അത്രയേ ഉള്ളൂ. ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ടും അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. രാജവർമ്മ നിധിയുടെ മുഖത്തേക്ക് നോക്കി.
അശോകിന്റെ മുടിയിലൂടെ കൈകളാൽ തലോടുന്ന അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വലിഞ്ഞു മുറിയ മുഖത്തോടെ തീയെരിയുന്ന കണ്ണുകളോടെ നീരവിലേക്ക് നോട്ടമിട്ടു. എല്ലാവർക്കും മുമ്പിൽ താനേറ്റ അപമാനവും ഇനി തനിക്ക് കിട്ടാൻ പോകുന്നോർത്ത് തലതാഴ്ത്തി നിന്നു അവൻ. കണ്ണിലെന്തോ ഇരുട്ട് കയറുന്ന പോലെ, കാതുകളിൽ എന്തോ മൂളൽ മാത്രം. ഞൊടിയിടയിൽ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും ഓർത്തെടുക്കാൻ അല്പനേരം വേണ്ടി വന്ന നീരവിന് രാജവർമ്മയുടെ കൈകൾ ആഞ്ഞു വീശിയതും നിലത്തേക്ക് വീണിരുന്നവൻ തൂക്കിയെടുത്ത് ചുമരിലേക്ക് ചേർത്ത് നിർത്തിയതും രാജവർമ്മയുടെ കണ്ണുകളിൽ അഗ്നി തന്നെ ചുട്ടുമെല്ലാം പാകത്തിനാണെന്ന് തോന്നിയവന്. നീ പറഞ്ഞെല്ലാം ഞാൻ കേട്ടുന്നത്. നീ എന്റെ സഹോദരിയുടെ മകനെന്നതിലുപരി അങ്കിളെന്നും വിളിച്ച് എന്തിനേതിനും എന്റെ മുമ്പിൽ വരുന്ന നിന്നിൽ എനിക്കുണ്ടായിരുന്ന വിശ്വാസനീരവും. പക്ഷേ നീ ചെയ്തത് ഈ കുടുംബത്തിൽ മാത്രമല്ല, എന്റെ അശോകിലും നിരക്കാത്ത തെറ്റാ. ഒരുപക്ഷെ സ്വഭാവത്തിലായിരുന്നെങ്കിൽ നീ ചെയ്ത പ്രവൃത്തിക്ക് നിന്റെ തലയെടുത്തേനെ അവൻ. ഈ കുടുംബത്തിന്റെ മാനവും പവിത്രതയും നശിപ്പിച്ച നിന്നെ ഇനി വീടിന്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത്. അയ്യോ ഏട്ടാ, എന്തൊക്കെയാ ഏട്ടാ ഈ പറയുന്നേ? അവൻ വേറെ എവിടെ പോവാനാ? അതെനിക്കറിയേണ്ട ആവശ്യമില്ല മാലിനി. ഇനി മകൻ പുറത്തു പോകുന്ന സഹിക്കുന്നില്ലെങ്കിൽ നിനക്കും പോകാവന്റെ കൂടെ. ഏട്ടാ, എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. കുറച്ചു മുമ്പ് നീ എന്റെ മരുമകളെ പറ്റി പറഞ്ഞൊന്നും ഞാൻ മറന്നിട്ടില്ല. നിന്റെ മകൻ ചെയ്തതിന് ഇതിൽ കൂടുതൽ ശിക്ഷ അവന് കിട്ടാനില്ല. മനുഷ്യന് തെറ്റുപറ്റാം, പക്ഷെ ഇതിനെ തെറ്റെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. അവൻ ഇത്രത്തോളം തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യാൻ നോക്കിയത് അവന്റെ സഹോദരന്റെ ഭാര്യയോടാ. അതിനെ നീ ഏത് രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും തെറ്റെന്നെയാ മാലിനി. പോകാൻ നിനക്ക് എന്നേക്കുമായി കൈലാസത്തിൽ നിന്നും. ഇറുകിയ മുഖത്തോടെ അവനോടായി പറഞ്ഞ് തിരികെ സെറ്റിൽ അശോകിന്റെ അടുത്തായി നിൽക്കുന്ന നിധിയെ നോക്കി അവളുടെ അടുത്തേക്ക് ചെന്ന് രാജവർമ്മ, മോളച്ഛനോട് ക്ഷമിക്കുക. കാര്യമൊന്നും അറിയാതെ നിന്റെ ഭാഗം കേൾക്കാൻ പോലും നിൽക്കാതെ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. വേണ്ട അച്ഛാ, എനിക്കൊരു പരാതിയില്ല. പക്ഷേ ഒരുറപ്പ് അച്ഛനോട് മാത്രമല്ല, എല്ലാവരോടും പറയാം. അശോകിന്റെ സ്വത്തോ പണമോ കണ്ട് കയറി വന്നല്ല ഞാൻ. അവളുടെ വാക്കുകൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ നിന്നുപോയി രാജവർമ്മ. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടതും രാജവർമ്മ സംശയത്തോടെ തിരിഞ്ഞ് പുറത്തേക്ക് നോക്കി. സരസ്വതി പുറത്തേക്ക് ചെന്ന് നോക്കിയതും രണ്ട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. നമസ്കാരം തമ്പുരാട്ടി. നമസ്കാരം. നിങ്ങള്? ഇവിടുത്തെ അശോകിന്റെ ഭാര്യ നിധി. ആ കുട്ടിയുടെ പേഴ്സാണെന്നാ തോന്നിയത്. ഇവിടുത്തെ നീരക്കുഞ്ഞ് ആ കുട്ടിയെ വണ്ടി കൊണ്ട് ഇടിക്കാൻ നോക്കിയപ്പോൾ ഏതോ ഒരു കൊച്ചു വന്ന് നിധിയെ തള്ളി മാറ്റിയത് ഞങ്ങളെല്ലാവരും കണ്ടിരുന്നു. നിധി കൊച്ചു പോയ ശേഷം നിലത്ത് അവിടെ കിടക്കുന്ന ഈ പേഴ്സ് കണ്ടത്. ഇതിൽ കുറച്ച് കാശും ഉണ്ട്. അതാ ഇപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ദാ ഞാൻ കൊടുത്തോളാം, ഇങ്ങ് തന്നേക്ക്. നന്ദിയുണ്ട്. അത് വാങ്ങിക്കൊണ്ട് പറഞ്ഞ സരസ്വതി, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, ഇരിക്കും. അയ്യോ ആന്ന് വേണ്ട തമ്പുരാട്ടി, ഇനി തിരികെ അങ്ങോട്ട് തന്നെ എത്തണം, പോട്ടെ. അതും പറഞ്ഞ് അവർ തിരികെ നടക്കാൻ ഒരുങ്ങിയതും എന്തോർത്ത് ആ സ്ത്രീകൾ തിരിഞ്ഞു നോക്കി. ആ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? വീഴ്ചയിൽ കൈമുറിഞ്ഞിരുന്നു. ഞങ്ങളൊന്ന് തൊടാനോ എന്തെങ്കിലും പറ്റിയെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞെങ്കിലും ആ കുട്ടി കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഒന്നിനും സമ്മതിച്ചില്ല. കുഴപ്പമൊന്നുമില്ല. എന്നാൽ ശരി, ഞങ്ങൾ പോട്ടെ. അതും പറഞ്ഞ് അവർ നടന്നു നീങ്ങി. അവളുടെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞു കേട്ട് വേവലാതിയോട് അടുത്തേക്ക് ചെന്ന് സരസ്വതി, നിനക്ക് മുറിവ് പറ്റിയോ? എന്നിട്ട് നീ എന്താ ഞങ്ങളോട് പറയാതിരുന്ന്? എവിടെ നോക്കട്ടെ? വേവലാതിയോടെ ചോദിക്കുന്ന സരസ്വതിയെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിധി. ഇല്ലമ്മേ, അതിന് മാത്രമൊന്നുമില്ല. ആ സ്ത്രീകൾ പറയുന്ന അകത്തിരുന്ന് എല്ലാവരും കേട്ടതിനാൽ തന്നെ നിധി പറഞ്ഞ സത്യമാണെന്ന് എല്ലാവർക്കും ഉറപ്പാവുകയും ചെയ്തു. അരുന്ധതി അവരുടെ അടുത്തേക്ക് ചെന്നു. മുറിവ് ചെറുതോ വലുതോ ആവട്ടെ, ഇങ്ങനെ കാണിക്കുമോളെ. അവരും നിർബന്ധിച്ചതും നിധി തന്റെ സാരി ഒന്ന് ഒതുക്കി നീക്കി കൈമുട്ടിലെ നീലു കെട്ടിവെച്ച മുറിവ് കാണിച്ചു കൊടുത്തു. സരസ്വതി ആ കെട്ടഴിച്ചതും അതിൽ നിന്ന് രക്തം പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോഴും സരസ്വതി, നീ ആ മരുന്ന് എടുത്തുകൊണ്ട് വാ. ഡെറ്റോൾ എടുത്ത് തുടച്ച് അതിൽ മരുന്ന് പറ്റി കൊടുക്ക്. ഇതാണോ മോളെ ചെറിയ മുറിവ്? അത്യാവശ്യം വലിയ മുറിവ് തന്നെയാണല്ലോ കുട്ടി. കുഴപ്പമില്ല മുത്തശ്ശി. മിണ്ടാണ്ടിരിക്കുക അവിടെ. അരുന്ധതി നീരവിനെ ഒന്ന് തുറിച്ചു നോക്കി. ശേഷം മാലിനിയെ നോക്കി അവിടെ അടുത്തേക്ക് ചെന്നു. മാലിനി, നിന്റെ മോനോട് ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ, ഇല്ലെങ്കിൽ ഞാനായിട്ട് അവനെ ഇറക്കി വിടേണ്ടി വരും. അമ്മേ, മിണ്ടി പോരുത്. നീ ഇനി ഒരു അക്ഷരം മിണ്ടിയാ എന്റെ കൈകൾ പതിയും നിന്നിലായിരിക്കും. അരുന്ധതിയുടെ വാക്കുകൾ കൂടി കേട്ടതും ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നീരു. മോനെ. ഏട്ടാ. പോകുന്നുണ്ട് വിഷമത്തോടെ വിളിച്ചു മാലിനിയും സൗഗന്ധിയും. സരസ്വതി നിധിയുടെ കയ്യിലെ മുറിവെല്ലാം ക്ലീൻ ചെയ്ത് ഓയിൻമെന്റ് പുരട്ടി കൊടുത്തു. അമ്മയെ പോലെയുള്ള അവളുടെ സ്നേഹത്തെ അവൾ വീണ്ടുവോളം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നിധി അശോകിന്റെ അടുത്ത് തന്നെ ഇരുന്നു. അല്പനേരം അവൾക്ക് കൂട്ടായി കാര്യങ്ങളെല്ലാം തിരക്കി. ശ്രീവിദ്യയും ശ്രീരാമും വരുണികയൊക്കെ ഇരുന്നു. ചേച്ചി, എന്നാലും നീരവേട്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒട്ടും കരുതിയില്ല. കേട്ടിട്ട് തന്നെ എന്തോ പോരെ. അവർക്കാർക്കും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മോളെ, ദാ ഇത് കുടിക്ക്. രേണുക ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. എനിക്ക് വേണ്ട ആൻറ്റി. ഇത് കുടിക്കും മോളെ. അവനെ ഓർത്ത് ടെൻഷനാവണ്ട, കുറച്ച് കഴിഞ്ഞ് എണീക്കൂട്ടോ. കുടിക്കേച്ചി, അമ്മ ഞങ്ങൾക്കൊരാ ചേച്ചിക്കാ തന്നെ. വേഗം കുടിച്ചോ. ഞങ്ങളെക്കാൾ ഇഷ്ടം ചേച്ചിയോടാണെന്നാ തോന്നുന്നേ. ശ്രീവിദ്യ രേണുകയും നിധിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോവണേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ കൊണ്ടുവരാം. ഞങ്ങൾ വന്ന് കുടിച്ചോളാം. ചേച്ചി കുടിക്ക്, ഞങ്ങളിപ്പോൾ വരാം.
അവരെല്ലാവരും കൂടെ അടുക്കളയിലേക്ക് പോയതും രേണുകൂരി ചിരിയോടെ നോക്കി അവളെ. മോള് കുടിച്ചു. അതും പറഞ്ഞ് അവരും അടുക്കളയിലേക്ക് പോയി. ഒന്ന് ഫ്രഷായി ഇറങ്ങിയതും അപ്പോഴും ബെഡിൽ നല്ല ഉറക്കമുറങ്ങുന്ന അശോകിനെ നോക്കി അവൾ. ഒന്ന് ബോധം വന്നപ്പോൾ അച്ഛനും ചെറിയച്ഛനും കൂടെ അശോകിനെ പിടിച്ച് റൂമിൽ കൊണ്ട് കിടത്തിയതാണ്. വീണ്ടും അതുപോലെ മയക്കത്തിലേക്ക് വീണു. ഒരു നേരത്തെ ചിരിയോടെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ മുടിയിലൂടെ തലോടി നെറ്റിയിൽ നേർത്തൊരു ചുംബനം നൽകി. നനഞ്ഞ അവളുടെ മുടികൾ അവൻ്റെ മുഖത്തുരസിയതും ഒന്ന് കുറുകിക്കൊണ്ട് മുഖം പില്ലോയിലേക്ക് അമർത്തിയവൻ. അത് കണ്ടൊരു ചെറുചിരിയിൽ അവനിൽ നിന്ന് അകന്നു മാറിയതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ ബെഡിലേക്ക് മറിഞ്ഞു. മുന്നോട്ട് നോക്കിയതും കണ്ടു തന്നെ രൂക്ഷമായി നോക്കുന്ന അശോകിനെ. അശോക്? അവന്റെ നോട്ടവും പാവം എന്തോ വ്യത്യാസം തോന്നിയതും പരിങ്ങിയ സ്വരത്തിൽ വിളിച്ചു അവൾ. ഞൊടിയിടയിൽ മുറുകിയ മുഖത്തോടെ അവളുടെ കൈത്തണ്ടിൽ പിടിമുറുക്കി. അവന്റെ കൈകൾ അവളുടെ മുറിയിൽ മുറുകിയതും വേദന കൊണ്ട് മുഖം ചുളിച്ചു അവൾ. അശോക്? അവളുടെ മിഴിയിൽ നനവ് പടരുന്ന കണ്ടതും അവളിലേക്ക് സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖത്ത് നിമിഷങ്ങൾ കൊണ്ട് മറ്റൊരു ഭാവം ഉടലെടുത്തു. പതിയെ അവളിൽ നിന്ന് കൈകളെടുത്തും മുറിവിന്റെ ഭാഗത്ത് പൊതിഞ്ഞു പിടിച്ചു നിതി. വേദനയിൽ അവളിൽ നിന്നുണ്ടാവുന്ന ശബ്ദങ്ങൾ കേട്ട് അവൾ പൊതിഞ്ഞു പിടിച്ച ഭാഗത്തേക്ക് രൂക്ഷമായി നോക്കി നിന്നു അവൻ. പെട്ടെന്ന് അവളുടെ കൈകൾ പിടിച്ചു മാറ്റി കൈത്തണ്ടിൽ പതിയെ നോക്കിയതും അവിടെയുള്ള കെട്ട് കണ്ട് സംശയത്തോടെ നോക്കി അല്പനേരം. അതിൽ നിന്ന് രക്തം പൊടിഞ്ഞു വരുന്ന കണ്ട് അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അവന്റെ ഭാവങ്ങളെല്ലാം മാറി മറഞ്ഞു. വേഗം ആ കെട്ടഴിച്ചു നോക്കി. അവൻ അവിടെയുള്ള മുറിവ് കണ്ടതും അവളുടെ മുഖത്തേക്ക് മിഴികൾ പായിച്ചു. ഓ സോറി നിധി. തെറ്റെയ്ത കുഞ്ഞുകുട്ടിയെ പോലെ പറയുന്നവനെ ചെറുചിരിയിൽ തലോടി അവൾ. അവന്റെ മനസ്സിൽ തന്നെ ഇറുകെ പിടിച്ചപ്പോൾ അവൻ കാരണം പറ്റിയതാണ് തനിക്കെന്നാണ് അത്തരമൊരു ഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. പതിയെ ആ മുറിവിലേക്ക് ഊതിക്കൊണ്ടിരുന്നവൻ നിധി ചെറുചിരിയോട് അവനിലേക്ക് മാത്രമായി നോക്കി നിന്നു. തല ഉയർത്തി നോക്കി അശോകിന്റെ മിഴികൾ തന്നെ നോക്കി നിൽക്കുന്നവരുടെ മിഴികളുമായി ഒന്ന് കോർത്തു. അവന്റെ മിഴികൾക്ക് മറഞ്ഞു നിൽക്കുന്ന അപ്പുറം നിധി എന്ന അവന്റെ ലോകമറിയാതെ ഏതോ ഒരു ഉൾപ്രേരണയിൽ അവിടെ കവിളിൽ തന്റെ അധരങ്ങൾ ചേർത്ത് വെച്ചു അവൻ. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ പ്രവൃത്തിയിൽ പതിയെ മിഴികൾ അടച്ചുപോയി നിധി. അല്പം കഴിഞ്ഞതും തോളിൽ എന്തോ ഭാരം തോന്നിയതും പതിയെ മിഴികൾ തുറന്നു നോക്കി നിധി. അവളുടെ തോളിൽ തലയാഴ്ച കിടക്കുന്നവനെ സ്നേഹത്തോടെ ചെറുചിരിയിൽ അവന്റെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് അവനിലേക്ക് ചേർന്നിരുന്നു. എന്നാലും എൻ്റെ അമ്മേ, അവൾ ഇവിടുന്ന് പുറത്തു വന്നു കരുതിയ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഏട്ടനാണല്ലോ അമ്മയെ പുറത്തു പോകേണ്ടി വന്ന്. പോരാത്തിന് ആ പൊട്ടന്റെ തൊഴി. അവന്റെ വരവും പാവം കണ്ടപ്പോൾ സത്യമായിട്ടും ഞാൻ ഏട്ടൻ തീർന്നു കരുതിയേ. അപ്പോഴേക്കും അങ്ങള് മുന്നോട്ട് വന്ന് അവനെ തടുത്തോണ്ട് ഏട്ടന് ജീവൻ കിട്ടി. ശരിക്കും ഏട്ടന്റെ പുനർജന്മം തന്നെയാത്. നീ എന്താടി എന്റെ മോനെ കളിയാക്കുവാണോ? ഞാൻ കളിയാക്കിയതല്ല അമ്മേ, സത്യം പറഞ്ഞ അമ്മയ്ക്ക് തോന്നില്ല അങ്ങനെ. തോന്നിയാലില്ലെങ്കിൽ എനിക്കിപ്പോൾ അതൊന്നുമല്ല. ഇനി എങ്ങനെ അവനെ ഇവിടേക്ക് എത്തിക്കുന്ന? അമ്മേ, അച്ഛനെ വിളിച്ച് പറ. അച്ഛൻ അങ്ങളെ വിളിച്ച് സംസാരിച്ചോളൂ. ഓ പിന്നെ സഹോദരിയായ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പിന്നെ അല്ലേ നിന്റെ അച്ഛൻ പറഞ്ഞ ഏട്ടൻ സമ്മതിക്കുന്നു. ഒറ്റ മറുപടിയെ കാണും നിന്റെ അച്ഛനോട് അങ്ങനോട് വീട്ടിലേക്ക് കൊണ്ട് താമസിപ്പിക്കാൻ. വല്ലാതെ വാശി പിടിച്ചാലേ അങ്ങോട്ട് അവനെ മാത്രമല്ല നിന്നെ എന്നെയൊക്കെ പറഞ്ഞു വിടും. കഷ്ടായില്ല അമ്മേ. എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരാളാ. ഒരവസരം വരട്ടെ, ഒപ്പം അന്നത്തോടെ അവളെ ഞാൻ പൂട്ടും. ഇപ്പം ഈ വീട്ടിലെല്ലാവരെയും പ്രിയപ്പെട്ടവളാ അവള്, ആ നിധി. ഇപ്പം എന്ത് ചെയ്താലും നമ്മൾ പറയുന്ന കള്ളാണെന്നേ ആരും പറയും. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, ഈ ചൂടൊക്കെ ഒന്ന് മാറട്ടെ മോളെ. എന്നിട്ട് വേണം എനിക്കെൻ്റെ മോനെ ഇവിടുന്ന് പടിയിറക്കിയിട്ടവൾ അതുപോലെ അടിച്ചിറക്കാൻ. ആ നോക്കാം, അതൊക്കെ നടക്കുമെന്ന്. നടക്കും, നീ കണ്ടോ. അതിനുവേണ്ടി മാത്രം ഈ മാലിനി കാത്തിരിക്കുന്ന. ഇനി വലിഞ്ഞു മുറിയ മുഖത്തോടെ ദൂരേക്ക് നോക്കി പറഞ്ഞു അവർ. രാവിലെ ഫ്രഷായി താഴേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് അശോക് എണീക്കുന്നത് കണ്ടത്. ഗുഡ് മോർണിംഗ് അശോക്. അവര് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു നിത്തി. ഞാനിപ്പോൾ വരാൻ കേട്ടോ. ഇന്നിനി ഇവിടെ ഇരുന്ന് കഴിക്കണ്ട, നമുക്ക് താഴെ ഡൈനിങ് ഏരിയയിൽ വെച്ച് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഞാൻ അശോകിന് വേണ്ട മെഡിസിൻ എടുത്തുകൊണ്ട് വരാം. പറഞ്ഞുകൊണ്ട് അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെയർ ഇറങ്ങി താഴെ താറായതും മോളെ നിധി പുറകിലെ വിളി കേട്ടവൾ തിരിഞ്ഞു നോക്കി. അമ്മ, ആ നിന്റെ കൈ എങ്ങനെയായിട്ട് കുറവുണ്ടോ? ആ അത് കുഴപ്പമൊന്നുമില്ല അമ്മേ. ആ ഓയിൻമെൻറ്റ് വെച്ചപ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ ഇത് അശോകിന് കൊടുക്കാനുള്ള മരുന്നാ. അവൻ എണീറ്റോ? ആ എണീറ്റിട്ടുണ്ട്. ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് ഇത് വാങ്ങിക്കാൻ വരുമായിരുന്നു. അമ്മേ ഒരു കാര്യം ചെയ്യും, ആ മരുന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെൻ്റെ കയ്യിൽ തന്നേക്ക്. ആ ഇത് ഞാൻ മോളോട് പറയാൻ വരികയായിരുന്നു. ദേ ഈ 2 സ്ലിപ്പ് ടാബ്ലറ്റ് മോളുടെ കയ്യിൽ വെച്ചേക്ക്. കൊടുക്കേണ്ട ടൈമൊക്കെ ഇപ്പം നിനക്കറിയാലോ. ഇനി 2 ആഴ്ച കഴിഞ്ഞ് കൊടുക്കാനുള്ള രാജേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് വേണം. ശരി അമ്മേ, ഞാൻ ഇത് ചെന്ന് കൊടുക്കട്ടെ? ആ നീ കൊടുത്തിട്ട് കഴിക്കാൻ വാ. ആ ഞാൻ കുറച്ച് കഴിഞ്ഞ് അശോകിൻ്റെ കൂടെ കഴിക്കാം. അമ്മേ, അമ്മ കഴിച്ചോ? അശോകിൻ്റെ കൂടെ താഴെ ഇരുന്ന് കഴിക്കാമെന്ന് വാക്ക് പറഞ്ഞു ഞാൻ. എന്നാൽ അങ്ങനെ ആവട്ടെ, മോള് ചെന്ന് ഇത് അശോകിന് കൊടുക്ക്. ശരി അമ്മേ. അവൾ ആ മരുന്നും എടുത്ത് തിരികെ മുറിയിലേക്ക് ചെന്നു. ബെഡിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന അശോകിനെ കണ്ട് മേശപ്പുറത്തെ ജഗ്ഗിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം എടുത്ത് മരുന്ന് പിടിച്ച് ചെന്നു. അശോക്. അവളുടെ വിളി കേട്ടതും അവൻ തല ഉയർത്തി നോക്കി. അശോക് ദേ ഈ മരുന്ന് പിടിച്ചേ പറഞ്ഞുകൊണ്ട് അത് അവൾ അവന് നേരെ നീട്ടി. എന്നാൽ ആദ്യമായിട്ട് അവനത് വേണ്ടെന്ന ഭാഗത്തോടെ തലയാട്ടി തിരിഞ്ഞിരുന്നു. ദേ മരുന്ന് കുടിക്ക അശോക്, ഇല്ല ഞാൻ പിണങ്ങുവേ. കുടിക്ക അശോക്. പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അവനൊട്ടും കൂട്ടാക്കിയില്ല.
വീണ്ടും അവനെ പിടിച്ചിരുത്തി കൊടുക്കാമെന്നും അവളുടെ ഫോൺ റിങ് ചെയ്തു. അവനവളുടെ കൈ തട്ടി മാറ്റി വീണ്ടും ബെഡിലേക്ക് മുഖം പൊഴുത്തി കിടന്നു. നിധി ഫോൺ എടുത്തും അരുണിന്റെ നമ്പർ കണ്ടൊരു ചിരിയോടെ ഫോൺ എടുത്തു. വിശേഷങ്ങളും അശോകിന്റെ സ്ഥിതിയുമെല്ലാം പറഞ്ഞ് അല്പനേരം സംസാരിക്കുന്നതും ഇടയ്ക്ക് തന്നെ ഹാൻഡ് ബാഗിലുള്ളത് മെഡിസിൻ എടുത്ത് വെച്ച് ആ ബാഗ് ഷെൽഫിൽ വെച്ച് പൂട്ടി. കയ്യിൽ അവൻ കൊടുക്കാൻ വെച്ച മരുന്നുണ്ട്. എല്ലാം മിനി ടേബിളിന് മുകളിൽ വെച്ചു. അശോകിന്റെ ഒരു പ്രവൃത്തി നോക്കി നിൽക്കെ തന്നെ അരുണിനോടും ജൂഹിയോടും സംസാരിച്ചിരുന്നു. അവന്റെ കൂടെ ജൂഹിയുള്ളതുകൊണ്ട് ഇരുവരെയും കളിയാക്കാൻ നിധിക്ക് പ്രത്യേക ഹരമാണ്. എന്റെ പൊന്നു ശിവ, നീ കളിയാക്കി ഇവളെ ഇനി ഞാൻ തന്നെ കെട്ടേണ്ടി വരുമെന്നാ? അയ്യടാ ഒന്ന് പോടാ, നിന്നെ കെട്ടുന്നതിനേക്കാൾ നല്ലതേ എനിക്ക് വല്ല ട്രെയിനും തലവെക്കുന്നതാ. ഇനി നിങ്ങൾ തമ്മിൽ അടികൂടണ്ട. പിന്നെ എങ്ങനെയുണ്ട് പുതിയ ഓഫീസെല്ലാം? മോളെ സൂപ്പർ. കാർത്തികോട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഋതിക്ക് കിട്ടിയില്ല. അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. നീയും കൂടെ വേണമായിരുന്നു ശിവ. റിയലി നിന്നെ ഞങ്ങൾ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്ന് ഓക്കെ ആവട്ടെടാ, എന്നിട്ട് നോക്കാം. അശോക് ബെഡിൽ നിന്ന് എണീറ്റ് നടക്കുന്നുണ്ടതും ശിവ അവനെ നോക്കി നിന്നു. അരുൺ, ഞാൻ പിന്നെ വിളിക്കാം. അശോക് എണീറ്റു. അതും പറഞ്ഞ് അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. അശോക്, ഇത് എവിടെ പോവാ? വാ പോയി ഫ്രഷ് ആവാം. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിച്ച് പുറത്തൊക്കെ നടക്കാം, വാ പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ച് വാഷ്റൂമിലേക്ക് കയറ്റി. എല്ലാം കഴിഞ്ഞ് അശോകിനെയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ നേരത്തെ കൊടുക്കാൻ വെച്ച മരുന്നിന്റെ കാര്യം അവൾ പാടെ മറന്നിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.